ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഹോമി ജെ ബാബയുടെയും കഥ പറയുന്ന മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജയ് ജവാൻ ജയ് കിസാൻ ഒരു കാലത്ത് ഇന്ത്യൻ ജനതയെ കോരിത്തെരിപ്പിച്ച മുദ്രാവാക്യം. ഇതിന്റെ ശില്പിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ഒരു ഭാഗത്ത് പാകിസ്ഥാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഭക്ഷ്യ ദൗർബല്യം കൊണ്ട് രാജ്യത്തെ ജനത പൊറുതിമുട്ടുന്നു. ഇതിനിടയിൽ 1965 ഒക്ടോബർ 19 അലഹബാദിലെ ഉർവയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ രാജ്യം മുഴുവൻ അത് ഏറ്റുവിളിക്കുകയും അതിനൊപ്പം ചേരുകയും ചെയ്തു. ഒരേ സമയം സൈന്യവും കർഷകരും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് പൊരുതി. യുദ്ധവും സാവധാനം പട്ടിണിയും രാജ്യം അതിജയിച്ചു. അതിനിടെ മറ്റൊരിടത്ത് സംസാരിക്കവേ പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും സ്വമേധയാ ഉപേക്ഷിക്കാനും അങ്ങനെ ഒരു കൂട്ടി വെക്കുന്ന ഭക്ഷണം പട്ടിണി പാവങ്ങൾക്ക് വിതരണം ചെയ്യാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വന്തം വീട്ടിൽ ഭക്ഷണം ഉപേക്ഷിക്കലിന് തുടക്കമിട്ട ശേഷമാണ് ശാസ്ത്രി ജനങ്ങൾക്ക് മുമ്പിൽ ഈ ആവശ്യം അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത്. രാജ്യം മുഴുവൻ എന്ന് പറയുന്ന വിധത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആളുകൾ ശാസ്ത്രി മുന്നോട്ട് വെച്ച ഈ ശാസ്ത്രി വ്രതം അനുഷ്ഠിച്ചു. റെസ്റ്റോറന്റുകളും ഭക്ഷണശാലകളും പോലും തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ ഷട്ടറുകൾ താഴ്ത്തി അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ആളുകളെ കാർഷിക വൃത്തിയിലേക്ക് ഇറക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ന്യൂഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിലെ പുൽത്തകിടി സ്വയം ഉഴുതിമറിച്ചും അദ്ദേഹം മാതൃകയായി. ശാസ്ത്ര ആണവ പദ്ധതികൾക്ക് പുറമെ ഹരിത വിപ്ലവത്തിനും ധവള വിപ്ലവത്തിനും ശാസ്ത്രി നൽകിയ പ്രോത്സാഹനം ഭക്ഷ്യ ധാന്യ ക്ഷീര ഉൽപാദന മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് വഴിയൊരുക്കിയത്. 1965 യുദ്ധത്തിനിടെ ഇന്ത്യ അഭിമുഖീകരിച്ച സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും പട്ടിണിയും തൊഴിലില്ലായ്മയും പൂർണ്ണമായും മറികടക്കാനായില്ലെങ്കിലും ഭക്ഷ്യോൽപാദന മേഖലയിൽ ഉൾപ്പെടെ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഈ നയങ്ങൾ വലിയൊരളവിൽ കരുത്തേകി. 1965 കാലയളവിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കിയത് ഈ നയങ്ങളുടെ കൂടി പിൻബലത്തിലായിരുന്നു. ഉയർന്ന വിളവ് തരുന്നതും കീടങ്ങളെ പ്രതിരോധിക്കുന്നതുമായ ഗോതമ്പ് വിത്തുകൾ വികസിപ്പിച്ചെടുക്കുന്നത് ഇക്കാലഘട്ടത്തിലാണ്. നാഷണൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ബോർഡ് ആക്ട് പാസാക്കിയതും 1964 ഫുഡ് കോർപ്പറേഷൻ ആക്ട് പ്രകാരം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതുമെല്ലാം രാജ്യത്തിനുണ്ടാക്കിയ നേട്ടം പറഞ്ഞാൽ ഒതുങ്ങുന്നതല്ല. ധവള വിപ്ലവത്തിന് അദ്ദേഹം നൽകിയ വർദ്ധിച്ച പിന്തുണ ഇന്ത്യൻ ഗ്രാമങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ചു. ഗുജറാത്തിലെ ആനന്ദിലെ അമുൽ മിൽക്ക് കോപ്പറേറ്റീവിനെ പിന്തുണച്ചും ദേശീയ ക്ഷീരവികസന ബോർഡ് രൂപീകരിച്ചും പാലിന്റെ ഉൽപാദനവും വിതരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ദേശീയ ക്യാമ്പയിനായ ധവള വിപ്ലവത്തിന് അദ്ദേഹം കരുത്തു പകർന്നു. തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രിമാർ രാജിവെച്ച് മാതൃക കാട്ടുന്ന രീതി രാജ്യത്ത് തുടങ്ങിവെച്ചതും ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. 1952 റെയിൽവേ ഗതാഗത മന്ത്രിയായതിന് പിന്നാലെയാണ് ആ മാതൃകാ രാജിക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചത്. പിന്നീടൊരിക്കൽ കൂടി അദ്ദേഹം മന്ത്രി പദവി ഒഴിയുന്നുണ്ട്. 1963 അന്നത്തെ AICC അധ്യക്ഷൻ കാമരാജ് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടാമത്തെ രാജി. 1961 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യ തലസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. പിന്നീട് കേന്ദ്രമന്ത്രിസഭയിൽ ഒരുവിധം പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യാനും ഒരു വകുപ്പുമില്ലാത്ത മന്ത്രിയായിരിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. റെയിൽവേ, ഗതാഗത, ആശയവിനിമയ വകുപ്പുകൾ കൂടാതെ വാണിജ്യം, വ്യവസായം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തു. നെഹ്റുവിന് അസുഖം ബാധിച്ച കാലഘട്ടത്തിലാണ് അദ്ദേഹം വകുപ്പില്ല മന്ത്രിയായി പ്രവർത്തിക്കുന്നത്. 1961 പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിനായിരുന്നു സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനും പരസ്യ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും ഉള്ളതായ ഉത്തരവാദിത്വം. 1952, 1957, 1962 വർഷങ്ങളിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ വൻ വിജയത്തിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. 1963 കാമരാജിന്റെ പദ്ധതി പ്രകാരം ശാസ്ത്രി ഉൾപ്പെടെ 6 പേരാണ് ക്യാബിനറ്റ് പദവി ഉപേക്ഷിച്ചത്. ഇതിനിടയിലുണ്ടായ രസകരമായ സംഭവം അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന കുൽദീപ് നയ്യാർ വിവരിക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് ഒഴിവായ ദിവസങ്ങളിലൊന്നിൽ ശാസ്ത്രിയുടെ വീട്ടിലെത്തിയ കുൽദീപ് നയ്യാർ അദ്ദേഹം രാത്രി വീട്ടിൽ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ ഇരിക്കുന്നതാണ് കണ്ടത്. കാരണം ചോദിച്ചപ്പോൾ താൻ ഇനി മന്ത്രിയല്ലാത്തതിനാൽ എല്ലാ ചിലവുകളും സ്വയം തന്നെ വഹിക്കണമെന്നും കയ്യിൽ വേണ്ടത്ര പണമില്ലാത്തതിനാൽ ഇങ്ങനെ ലാഭിച്ചാലേ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാനാവൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ 1964 ജനുവരിയിൽ നെഹ്റു രോഗബാധിതനായതോടെ ശാസ്ത്രിയെ തിരികെ വിളിക്കുകയും വകുപ്പില്ല മന്ത്രിയായി അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തു. 6 മാസത്തിനുള്ളിൽ 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചതോടെ 1964 ജൂൺ 9 ഇന്ത്യയുടെ രണ്ടാം പ്രധാനമന്ത്രിയായി അദ്ദേഹം അധികാരത്തിലേറി.